അങ്ങനെ നമ്മുടെ മണി ബോക്സിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഞാനിതിന് ഒന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ക്ലേ ഒട്ടിച്ചതും എല്ലാം കഴിഞ്ഞ പാർട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഞാനിതിൻ്റെ പ്രശ്നം പറ്റിയ കാര്യങ്ങളൂടെ പറയാം കേട്ടോ. ഞാനിത് ഫുള്ളൊന്ന് വൈറ്റ് അടിച്ച് കൊടുക്കുകയെന്ന് മൊത്തം വൈറ്റായിട്ട് വെച്ച് വാർണിഷൊക്കെ കൊടുത്താലോ എന്നുണ്ടായിരുന്നു. പിന്നെ പൂവൊക്കെ വെച്ച് ഒരു ഡെക്കറേഷനൊക്കെ അപ്പം ഒരു കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചൊന്ന് മാറ്റി. പിന്നെ മെയിൻ പാർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നിടത്ത് ഒരു മെറ്റൽ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ ഇച്ചിരി ടിഷ്യൂ ഒട്ടിച്ച് കൊടുത്തൊന്ന് സെറ്റാക്കാൻ നോക്കി. പക്ഷേ എനിക്കറിയാം അത് അടയ്ക്കാൻ പറ്റത്തില്ല. എന്നാലും ആ ഭാഗം ആ ബ്ലൂ ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് ട്രൈ നോക്കിയതാണ്. പിന്നെ പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ അങ്ങ് ഇളക്കി അത് പ്ലെയിൻ ആയിട്ട് തന്നെ അങ്ങ് വെച്ചു. പിന്നെ നമുക്ക് എന്തെങ്കിലും മെറ്റലിൽ അടിക്കുന്ന പെയിൻറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഭാഗം അവിടെ അങ്ങനെ തന്നെ നിർത്തി അടച്ചു വെക്കുമ്പോൾ അത് കാണത്തില്ലല്ലോ. പിന്നെ ബാക്കി ഇതുപോലെ മൊത്തം ഒന്ന് പെയിൻ്റ് അടിക്കുകയെന്ന് വെച്ചാൽ ഞാനിതൊരു ഗ്രേ കളറ് ഓടിൻ്റെ ആ ഭാഗത്തിൽ അവിടെ ഒരു ഗ്രേ കളർ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു ചെയ്തത്. പിന്നെ അകത്ത് ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുത്തത്. ഇനിയും നമുക്ക് അതും പെയിൻ്റ് അടിച്ചെടുക്കാം. പിന്നെ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് പോലെ ഇത് ഹാങ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതും ഇളകി പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പ്രാവശ്യം വീണ്ടും വീണ്ടും പല രീതിയിലൊക്കെ വെച്ച് ഒട്ടിച്ച് ചെയ്യാനൊക്കെ നോക്കി. ചില സമയത്ത് ഇരിക്കും, പിന്നെ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ അത് ഇളകി പോരുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ അത് ലാസ്റ്റിൽ അതങ്ങ് മാറ്റിയിട്ട് ഒരു സൈഡ് മാത്രം ഒരു ചെറിയ ക്രിസ്റ്റൽ പോലെ സാധനം ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ടുന്ന രീതിയിലാക്കിയുള്ളൂ. പിന്നെ പൂവിനും അതിനെല്ലാം ഒന്ന് പെയിൻറ്റ് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റിൽ വീണ്ടും വൈറ്റ് പെയിൻറ്റ് തന്നെ കൊടുത്തൊന്ന് ഡീറ്റെയിലിങ് ചെയ്തെടുത്തിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വാർണിഷ് ലാസ്റ്റിലൊന്ന് ഫുൾ കംപ്ലീറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ മണി ബോക്സിൻ്റെ ഡീറ്റെയിൽ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് നമുക്ക് കുറച്ച് ഇങ്ങനെ പൈസ ഇട്ട് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഷോയ്ക്ക് വെക്കാം അത്ര വിചാരിക്കുന്നുള്ളൂ, സ്റ്റഡി ടേബിളിലോ അല്ലോ. പിന്നെ ഇത് ഉണങ്ങി കഴിയുമ്പം ഇത് നല്ല സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. എന്തായാലും ബാക്കി പിന്നെ ഉണ്ടായിരുന്ന കോയിൻസ് എല്ലാം ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാട്ടിൽ നിന്നുള്ള കുറച്ച് നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചത് അകം ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുക്കാം. നോട്ടല്ലേ കീറിയൊന്നും പോകണ്ട, അകത്തെ പരിപാടിയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇടാം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിലുള്ള കോയിനെല്ലാം ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും എല്ലാ മാസവും ഇതിലോട്ട് കുറച്ച് പൈസയൊക്കെ ഇട്ട് നമുക്ക് നിറച്ചെടുക്കാം. ഇത്രയും പേര് സെറ്റാക്കി എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ യെല്ലോ കളർ വിൻഡോയിൽ കാണുന്ന അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ അതിനെല്ലാം സിൽവർ കളർ കൊടുത്തു. നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.